പെട്ടെന്നുള്ള ലാഭത്തിന് പിന്നാലെ വിപണി പായുമ്പോൾ ഒരു തരം ബഹളങ്ങൾക്കും നിൽക്കാതെ സ്വന്തം വഴിയിൽ നീങ്ങുന്ന ചിലരുണ്ട്. അതിലൊരാളാണ് ഇന്ത്യയുടെ വാറൻ ബഫറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന നിമിഷ. ഇനാം ഹോൾഡിംഗ്സിന്റെ സഹസ്ഥാപകനാണ് അദ്ദേഹം. ടിപ്സുകൾക്കോ വാർത്തകൾക്കോ പിന്നാലെ പോകുന്നതല്ല, മറിച്ച് ബിസിനസ്സിലെ കരുത്തുറ്റ അടിത്തറ നോക്കി നിക്ഷേപിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ രീതി. 2026 മാർച്ചിലെ കണക്കുകൾ നോക്കിയാൽ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു കമ്പനിയിൽ മാത്രം ഏകദേശം 1242 കോടി രൂപ അദ്ദേഹം നിക്ഷേപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് വെറും 6 ലിസ്റ്റഡ് കമ്പനികളാണ്. ഇതിന്റെ ആകെ മൂല്യം 2974 കോടി രൂപ വരും. പുതിയ കാലത്തെ ഹൈടെക് കമ്പനികളോ താൽക്കാലിക ട്രെൻഡുകൾക്ക് പുറകെയോ പോകാതെ ഇന്ത്യയുടെ നിർമ്മാണ മേഖലയിലെ ഉറച്ച ബിസിനസ്സുകളാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഇന്ന് ഈ ഓഹരിയെക്കുറിച്ച് പരാമർശിക്കുന്നത് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ്. എങ്ങനെയാണ് പല നിക്ഷേപകരും കമ്പനികളെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. കാരണം ഈ ഓഹരി നിലവിൽ പ്രീമിയമായാണ് തുടരുന്നത്. അതിനാൽ തന്നെ ഇത്തരം ബിസിനസ്സുകൾ പഠന വിധേയമാക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കമ്പനി ഏതാണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലെ മാരുതിയുടെയോ ടാറ്റയുടെയോ ഹ്യുണ്ടായുടെയോ ഒക്കെ കാറുകളുടെ വിൻസ്ക്രീൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു കാര്യം കാണാം. അതിന്റെ ഒരു മൂലയിലായി AIS എന്ന് ചെറുതായി അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അസാഹി ഇന്ത്യ ഗ്ലാസ് എന്ന കമ്പനിയുടെ ചുരുക്ക രൂപമാണത്. 1984 ലാബ്രൂ കുടുംബവും ജപ്പാനിലെ അസാഹി ഗ്ലാസും മാരുതിയും ചേർന്ന് തുടങ്ങിയ ഈ കമ്പനി ഇന്ന് ഇന്ത്യയിലെ ഗ്ലാസ് നിർമ്മാണ രംഗത്തെ രാജാവാണ്. നമ്മുടെ നാട്ടിലെ കാർ ഗ്ലാസ് വിപണിയുടെ 75% ഇവരുടെ കയ്യിലാണ്. മാരുതി, ടൊയോട്ട മുതൽ കെയും മഹീന്ദ്രയും വരെ നീളുന്ന വമ്പന്മാരാണ് ഇവരുടെ കസ്റ്റമേഴ്സ്. കമ്പനിയുടെ 5.7% ഓഹരിയാണ് നിമിഷ കൈവശം വെച്ചിരിക്കുന്നത്. നിലവിലെ മാർക്കറ്റ് വിലയനുസരിച്ച് ഇതിന്റെ മൂല്യം മാത്രം ഏകദേശം 1242 കോടി രൂപ വരും. അസാഹി ഗ്ലാസിന്റെ ഈ ആധിപത്യം വെറുമൊരു താൽക്കാലിക തരംഗമല്ല, മറിച്ച് ബിസിനസ് ഘടനയിൽ തന്നെയുള്ള കരുത്താണ്. ഗ്ലാസ് എന്ന് പറയുന്നത് ഭാരമുള്ളതും പെട്ടെന്ന് പൊട്ടുന്നതുമാണല്ലോ. അതുകൊണ്ട് തന്നെ അത് ദൂരസ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് വലിയ ചെലവുള്ള കാര്യമാണ്. ഇത് കാർ ഗ്ലാസ് ബിസിനസിനെ പ്രാദേശികമായി ഏറെ സ്വാധീനമുള്ളതാക്കുന്നു. ഒരിക്കൽ ഒരു കാർ കമ്പനിയുടെ അംഗീകൃത സപ്ലയർ ആയി കഴിഞ്ഞാൽ ആ മോഡൽ വിപണിയിലുള്ള കാലത്തോളം ആ സ്ഥാനം നിലനിർത്താൻ എളുപ്പമാണ്. കാരണം പകുതി വഴിയിൽ വെച്ച് ഗ്ലാസ് സപ്ലയറെ മാറ്റുന്നത് വലിയ തലവേദനയും ഭീമമായ ചെലവുണ്ടാക്കുന്നതുമായ കാര്യമാണ്. ഇതാണ് ഈ കമ്പനിയുടെ യഥാർത്ഥ മോട്ട് അഥവാ സുരക്ഷാ കവചം. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, പെട്രോൾ ഡീസൽ വണ്ടികളായാലും ഇലക്ട്രിക് വാഹനങ്ങളായാലും അസാഹിക്ക് ഒരേപോലെ ഡിമാൻഡ് ഉണ്ടെന്നതാണ്. ഒരു ഉപഭോക്താവ് വാങ്ങുന്നത് പെട്രോൾ ഹാച്ച്ബാക്ക് ആണെങ്കിലും ഇലക്ട്രിക് SUV ആണെങ്കിലും അതിലെ ഗ്ലാസ് മിക്കവാറും അസാഹിയുടെ ഫാക്ടറിയിൽ നിർമ്മിച്ചതാകാനാണ് സാധ്യത. വണ്ടി ഓടുന്നത് എന്തിലായാലും അസാഹിയുടെ ഗ്ലാസ് അവിടെ വേണമെന്ന് ചുരുക്കം. ഈ കമ്പനിയുടെ സാമ്പത്തിക കണക്കുകൾ പരിശോധിച്ചാലും ഈ കാര്യം വ്യക്തമാകും. അതായത് ഒറ്റയടിക്ക് കുതിച്ചുയരുന്ന ഒരു ബിസിനസ് അല്ല, മറിച്ച് സാവധാനം എന്നാൽ കൃത്യമായി വളരുന്ന ഒരു കോമ്പൗണ്ടറാണ്. വിൽപ്പനയിൽ സ്ഥിരതയാർന്ന വളർച്ചയുണ്ട്. അതിനേക്കാൾ വേഗതയിലാണ് കമ്പനിയുടെ ലാഭം മുന്നോട്ട് കുതിക്കുന്നത്. അതായത് ബിസിനസ് വെറുതെ വലുതാവുക മാത്രമല്ല, കൂടുതൽ ലാഭകരമായി മാറുകയും ചെയ്യുന്നുണ്ടെന്ന് ചുരുക്കം. കമ്പനിയുടെ വിൽപ്പനയും പ്രവർത്തന ലാഭവും വർഷം ശരാശരി 12% വെച്ച് വളരുമ്പോൾ അറ്റാദായം വളരുന്നത് 19% എന്ന വേഗതയിലാണ്. അതായത് ബിസിനസ് ചെയ്യുന്നതിലെ ചെലവുകൾ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് ലാഭം വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കമ്പനിയുടെ വിൽപ്പന 4816 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. പ്രവർത്തന ലാഭം 828 കോടി രൂപയും അറ്റാദായം 304 കോടി രൂപയുമാണ്. അസാഹി ഇന്ത്യ ഗ്ലാസിന്റെ ഓഹരി വിലയിലുണ്ടായ മാറ്റവും ശ്രദ്ധേയമാണ്. 2021 മാർച്ചിൽ വെറും 318 രൂപയുണ്ടായിരുന്ന ഓഹരി നിലവിൽ 850 രൂപയ്ക്ക് മുകളിലായാണ് നിൽക്കുന്നത്. അതായത് ഏകദേശം 5 വർഷം കൊണ്ട് നിക്ഷേപകർക്ക് 170% ലാഭമാണ് ഓഹരി നൽകിയിട്ടുള്ളത്. ഇനി വാല്യുവേഷന്റെ കാര്യം നോക്കാം. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ നിലവിലെ PE റേഷ്യോ ഏകദേശം 70 മടങ്ങാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ ശരാശരി എടുത്താൽ അത് 42 ടൈംസ് മാത്രമാണ്. വിപണിയിലെ മറ്റ് സമാന കമ്പനികളുടെ ശരാശരി PE വെറും 27 ടൈംസ് ആണെന്നിരിക്കെ അസാഹിക്ക് വിപണി വലിയൊരു പ്രീമിയം അല്ലെങ്കിൽ അധിക മൂല്യം നൽകുന്നുണ്ട്. അസാഹി ഇന്ത്യ ഗ്ലാസിന് വിപണി ഇത്രയധികം വില നൽകുന്നതിന് പിന്നിൽ പ്രധാനമായും ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായി കമ്പനിയുടെ വരാനിരിക്കുന്ന വലിയ വികസന പ്രവർത്തനങ്ങളാണ്. 2028 സാമ്പത്തിക വർഷത്തോടെ തങ്ങളുടെ ലാമിനേറ്റഡ് വിൻഷീൽഡ് ഉൽപാദനം പ്രതിവർഷം 1 കോടി യൂണിറ്റുകളിലേക്ക് എത്തിക്കാനുള്ള പുതിയ പ്ലാന്റുകളുടെ പണിപ്പുരയിലാണ് അവർ. രണ്ടാമതായി സാധാരണ ഗ്ലാസുകൾക്ക് പുറമെ സൺറൂഫുകൾ, ശബ്ദം തടയുന്ന അക്കൗസ്റ്റിക് ഗ്ലാസുകൾ, വെയിൽ കുറയ്ക്കുന്ന UV കട്ട് ഗ്ലാസുകൾ തുടങ്ങിയ കൂടുതൽ ലാഭകരമായ ഉൽപ്പന്നങ്ങളിലേക്ക് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്.
മൂന്നാമത്തെ കാരണം ഇന്ത്യൻ കാർ വിപണിയിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രീമിയം തരംഗമാണ്. ആളുകൾ വലിയ കാറുകളിലേക്ക് മാറുന്നതോടെ ഓരോ വാഹനത്തിലും ഉപയോഗിക്കുന്ന ഗ്ലാസിന്റെ അളവും കൂടുകയാണ്. ഭാവിയിലെ ഈ വളർച്ചാ സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നിക്ഷേപകർ അസാഹിക്ക് ഇത്രയധികം മൂല്യം നൽകുന്നത്. കമ്പനിയുടെ 51.6% ഓഹരികളും പ്രൊമോട്ടർമാരുടെ കയ്യിലാണ്. ഇത് ജപ്പാനിലെ അസാഹി ഗ്ലാസ് കമ്പനിക്കാണ് ഏറ്റവും വലിയ പങ്കാളിത്തമുള്ളത്. മാരുതി സുസുക്കി ഇപ്പോഴും ഈ കമ്പനിയുടെ ഒരു പ്രധാന പ്രൊമോട്ടറായി തുടരുന്നുണ്ട്. ഇത് കമ്പനിയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. എങ്കിലും നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട ചില വെല്ലുവിളികളും കൂടെയുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്താൽ വിൽപ്പനയിലെ വളർച്ച 12% മാത്രമാണ്. ഇതൊരു വലിയ കുതിച്ചുചാട്ടമാണെന്ന് പറയാനാവില്ല. കൂടാതെ പുതിയ പ്ലാന്റുകൾക്കായി വലിയ തുക ചെലവാക്കുന്നതിനാൽ 2024ലും 2025ലും കമ്പനിയുടെ കയ്യിലുള്ള അധിക പണം കുറവാണ്. ഉദാഹരണത്തിന് 2025ൽ ബിസിനസ്സിൽ നിന്ന് 720 കോടി രൂപ വരുമാനം ലഭിച്ചപ്പോൾ നിക്ഷേപങ്ങൾക്കായി അവർ ചിലവാക്കിയത് 1191 കോടി രൂപയാണ്. ഇതുമൂലം കമ്പനിയുടെ കടബാധ്യത 2020ലെ 1762 കോടി രൂപയിൽ നിന്ന് 2696 കോടി രൂപയായി 2025ൽ വർദ്ധിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ അസാഹി ഇപ്പോൾ ഒരു വലിയ വികസന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ കടം കൂടുതലായും കയ്യിലുള്ള പണം കുറവായും തോന്നാം. പക്ഷേ പുതിയ പ്ലാന്റുകൾ പ്രവർത്തനം തുടങ്ങുന്നതോടെ ഈ നിക്ഷേപങ്ങളെല്ലാം വലിയ ലാഭമായി മാറുമെന്നാണ് നിക്ഷേപകരുടെ പ്രതീക്ഷ. വെറുതെ പണം ഇരട്ടിക്കുന്ന ഒരു ബിസിനസ് എന്നതിലുപരി വിപണിയിലെ തങ്ങളുടെ ആധിപത്യം ഉപയോഗിച്ച് ഭാവിയിലേക്ക് അടിത്തറയിടുന്ന ഒരു കമ്പനിയായാണ് അസാഹിയെ നമ്മൾ കാണേണ്ടത്.